ഓം നമോ നാരായണായ. നാരായണീയം ദശകം 28. ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ഭഗവാൻ കടാക്ഷം കൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തുഷ്ടയായ ലക്ഷ്മീദേവി സ്വയംവരത്തിന് ഭഗവാനെ സമീപിക്കുന്നു. വരണസ്രജമാത്തഭൃംഗനാദാം തഥതീ സാ കുജകുംഭമന്ധയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ. ലക്ഷ്മീദേവിയുടെ കൈകളിൽ വരണമാല്യം ഉണ്ടായിരുന്നു. ആ മാലയുടെ സുഗന്ധം കൊണ്ട് വണ്ടുകൾ ചുറ്റും പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടുകളുടെ നാദത്തോടു കൂടിയ ആ വരണമാല കയ്യിലെടുത്ത് അഴകാർന്ന മാറിടത്തോടു കൂടി ദേവി മെല്ലെ മെല്ലെ നടന്നു. ഭഗവാനിൽ അനുരക്തയായ ദേവി ഭഗവാനും തന്നോട് അനുരാഗമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ കാലിലെ മനോഹരമായ കാൽത്തളകൾ കിലുക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് ദേവി ഭഗവാനെ സമീപിച്ചു. ലക്ഷ്മീദേവി ഭഗവാന്റെ കഴുത്തിൽ വരണമാല അർപ്പിക്കുന്നു. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാഭി ദിവ്യമാല. ലക്ഷ്മി സ്വയംവര മുഹൂർത്തമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ലക്ഷ്മീ ദേവി ഭഗവാനെ തന്നെ വരിക്കാനാണ് വരണമാലയുമായി ഭഗവാന്റെ അടുത്തേക്ക് നടന്നത്. എന്നാൽ സ്വയംവരമാകുമ്പോൾ അവിടെയുള്ള മറ്റ് ദേവന്മാരെയും കൂടി നോക്കി ഒന്നുറപ്പിച്ച് തീരുമാനിക്കണമല്ലോ. അതുകൊണ്ട് ദേവി എല്ലാവരെയും ഒന്ന് നോക്കി അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ചു. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർക്കെല്ലാം അവരുടേതായ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം പൂർണ്ണമായും ദോഷാംശങ്ങളിൽ നിന്നും മുക്തരല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ ദേവി എല്ലായ്പ്പോഴും സർവപ്രകാരത്തിലും മഹനീയനായ കമനീയനായിരിക്കുന്ന ഭഗവാനിൽ തന്നെ ആ ദിവ്യമായ വരണമാല്യം സമർപ്പിച്ചു. ഭഗവാൻ ദേവിക്ക് തൻ്റെ മാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുക്കുന്നു. ഉരസാതരസാമമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. ഇപ്രകാരം ലക്ഷ്മീദേവിയാൽ വരണമാല്യം ചാർത്തപ്പെട്ടപ്പോൾ ഭഗവാൻ തന്നിൽ മാത്രം പ്രേമമുള്ള ആ ലോകമാതാവിനെ ഉടനെ തന്നെ തൻ്റെ തിരുമാറിലിരുത്തി ആദരിച്ചു. ഭഗവാൻ ലക്ഷ്മീദേവിക്ക് തൻ്റെ തിരുമാറിലാണ് സ്ഥാനം കൊടുത്തത്. ഭഗവാന്റെ തിരുമാറിലാണ് ഐശ്വര്യ ദേവതയായ ലക്ഷ്മീദേവി വസിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഉള്ളിടത്ത് ലക്ഷ്മീദേവി സ്ഥിരമായി വസിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഭഗവാനെ ആശ്രയിച്ചാൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതാണ്. ഐശ്വര്യത്തിൻ്റെ അധിഷ്ഠാനം ഭഗവാൻ മാത്രമാകുന്നു. ഇപ്രകാരം ഭഗവാന്റെ തിരുമാറിൽ വിലസുന്ന ദേവിയുടെ കടാക്ഷകാന്തിയുടെ പ്രസരണം കൊണ്ട് ഈ ജഗത്താകെ സർവസമ്പൽ സമൃദ്ധമായി ഭവിച്ചു. ലക്ഷ്മീദേവിക്ക് ശേഷം മനുഷ്യനെ മതിപ്പിക്കുന്ന, മനസ്സിൻ്റെ നില തെറ്റിക്കുന്ന മദ്യത്തിൻ്റെ ദേവതയായ വാരുണീദേവി മദ്യചഷകവുമായി പുറത്തേക്ക് വരുന്നു. അതിമോഹന വിഭ്രമാതദാനീം മദയന്തീ ഖലു വാരുണീ നിരാഗാത് തമസ പദവീമദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ. അങ്ങനെ ലക്ഷ്മീദേവിക്ക് ശേഷം മനുഷ്യനെ മതിപ്പിക്കുന്ന മദ്യത്തിൻ്റെ ദേവതയായ വാരുണീദേവി മദ്യവുമായി പുറത്തേക്ക് വരുന്നു. ഭഗവാൻ ഇത് കൊടുക്കുന്നത് അസുരന്മാർക്കാണ്. അസുരന്മാർ താമസികമായ ഗുണങ്ങൾ ഉള്ളവരാണ്. അലസതയും അജ്ഞതയുമാണ് താമസിക ലക്ഷണങ്ങൾ. ഭഗവാൻ പാത്രമറിഞ്ഞാണ് ദാനം ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോഹത്തെ ഉണ്ടാക്കുന്ന വിലാസത്തോടു കൂടിയതും മതത്തിനും അജ്ഞാനത്തിനും കാരണമായ മദ്യത്തെ അതിൻ്റെ സ്ഥാനത്തിന് യോജിച്ചവർ അസുരന്മാരാണെന്ന് തീർച്ചയാക്കി ഭഗവാൻ വളരെ ബഹുമാനത്തോടുകൂടി ആ മദ്യം അവർക്ക് നൽകി. മദ്യം ഒരാളുടെ ആസുരിക സ്വഭാവത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ധന്വന്തരി മൂർത്തിയായി അവതരിക്കുന്നു. തരുണാംബുധ സുന്ദരസ്തദാ ത്വം
നനു ധന്വന്തരീരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തീം ഹരമാരുതാലയേശ. വാരുണീദേവി മദ്യചഷകവുമായി വന്നതിന് ശേഷം, അലയോ ഭഗവാനെ, അൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ, അത് അങ്ങ് തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല. പുതുമേഘം പോലെ മനോഹരനായ യൗവനം തുളുമ്പുന്ന അങ്ങ് തൻ്റെ 2 കൈകൾ കൊണ്ട് പൊൻകുടത്തിൽ അമൃതം ധരിച്ചുകൊണ്ട് അംശാവതാരമായ ധന്വന്തരി മൂർത്തിയായി സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നുവല്ലോ. ഇപ്രകാരം അമൃതകലശം വഹിച്ച് ധന്വന്തരമൂർത്തിയായി ആവിർഭവിച്ച ഗുരുവായൂരപ്പ, എൻ്റെ സകല രോഗങ്ങളെയും ഇല്ലാതാക്കണേ. തൃക്കൈയിൽ അമൃതകലശവുമായി പാലാഴിയിൽ നിന്ന് പൊങ്ങിവന്ന ധന്വന്തരി മൂർത്തിയുടെ രൂപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ ഭാവനയാ സാക്ഷാത്കരിക്കുന്ന കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വാതരോഗശാന്തി നൽകണമേ എന്ന് മാത്രമല്ല, തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും, അതായത് ആന്തരികവും ബാഹ്യവുമായ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ എന്നാണ്. അങ്ങനെ എന്തിനു വേണ്ടിയാണോ പാലാഴി മഥനം ചെയ്തു തുടങ്ങിയത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം അവസാനിപ്പിക്കുന്നു.